ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി 25,134 അടുത്ത് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കോൾ സൈഡിലേക്ക് ട്രേഡ് ഉള്ളൂ. 25,198, 25,259 എന്നുള്ള ലെവലുകളൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ചെയ്തു ഒരു ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. തൊട്ടടുത്ത ക്യാൻഡലിനെ ഒരു ഷാർപ്പ് റിക്കവറി എന്നുള്ള ലെവലിൽ റിക്കവറി ചെയ്തു. പിന്നെ 25,080 അല്ലെങ്കിൽ 25,100 വരേക്ക് ഒരു ചെറിയ മൂവ്മെന്റ്, ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് തന്നു. അതിനുശേഷം 12:45 കൂടി അല്ലെങ്കിൽ 1 മണിയോട് കൂടി ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റിൽ എന്ത് ചെയ്തു, നല്ലൊരു സെൽ ഓഫ് തന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഒരു കോൾ സൈഡിലേക്കുള്ള ട്രേഡ് ആണ്. പക്ഷെ ഇന്നത്തെ ഈ വീഴ്ചയോട് കൂടി നമുക്ക് ചെറിയൊരു മാറ്റം നമ്മുടെ കോൾ സൈഡിലേക്ക് ചിന്തിക്കണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം എന്താണോ മാർക്കറ്റ് ഉണ്ടാക്കിയത് അതേ ക്യാൻഡിലിൽ എന്ത് ചെയ്തു, ലോ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. നിഫ്റ്റി, ബാങ്ക്, അതേപോലെ നിഫ്റ്റി, പിൻ നിഫ്റ്റി തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ സ്ക്രിപ്റ്റുകളും ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോയിലാണ് നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സെൽ ഓഫിന് ശേഷം ഒരു പുൾ ബാക്ക് ആയിട്ട് കണക്കാക്കി ഒരു ഡൗൺ സൈഡ് ട്രെൻഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട രീതിയിലേക്ക് ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇനി പുട്ട് സൈഡിലേക്ക് ആവാം എന്നുള്ള രീതിക്കാണ് ഇപ്പം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 24,750 താഴെ വന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനിടക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കയറി ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് താഴേക്കുള്ള ട്രേഡുകളാണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 24,735 എന്നുള്ള ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനകത്താണെങ്കിൽ ഒരു സെല്ലറെ സംബന്ധിച്ച് 25,130 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസും, അതേപോലെ 24,700 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ടും ആയി മാറാമെന്നുള്ളതുകൊണ്ട് ഒരു സെല്ലർക്ക് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത ദിവസങ്ങളിൽ. അപ്പം നാളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ട്രേഡ് ഇതിനകത്താണെങ്കിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. 24,750 താഴെ വരികയാണെങ്കിൽ പുട്ട് സൈഡിലേക്കും 25,134 ബ്രേക്ക് ആണെങ്കിൽ മാത്രം നാളെ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി ചെറിയ വല്ല മൂവ്മെന്റും ആണെങ്കിൽ 24,730 ഒരു ചെറിയ ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കൂടെ എടുത്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ ചെറിയ ഒരു സ്കാൽപ്പിംഗ് ടൈപ്പ് ട്രേഡുകൾ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്യാം. വലിയ ടാർഗറ്റ് പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൾ സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ചെറിയൊരു ട്രേഡ്, ഒരു സ്കാൽപ്പിംഗ് എൻട്രികൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനിടക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഇതിനിടക്ക് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പുതിയ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതേപോലെ ഇനിയിപ്പം പിന്നെ സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി, ബാങ്ക് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഇന്ന് ഏറ്റവും കൂടുതൽ സെൽ ഓഫ് തന്നിട്ടുള്ളത് എന്താണ്, നിഫ്റ്റി, അതേപോലെ മിഡ് ക്യാപ്പ്, സെൻസെക്സ് എന്നാണ്. ഇത് മൂന്നും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. 1 മണിക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഓഫുകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് 3 ക്യാൻഡിലെങ്കിലും ഒരു സെൽ ഓഫ് ആണെങ്കിൽ സെൽ ഓഫ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുമെന്നുള്ളത്. ഒരു കണ്ടിന്യൂഷൻ വരണം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കുക, ഒരു സെല്ലിംഗ് വന്നു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു കണ്ടിന്യൂഷൻ, വീണ്ടും കണ്ടിന്യൂഷൻ, ഹോൾട്ട്, ആ ട്രെൻഡ് കണ്ടിന്യൂ. ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു സെല്ലിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നിഫ്റ്റിയിലും അതേപോലെ സെൻസെക്സ്, മിഡ് ക്യാപ്പ്, ഇതിൽ 3ലാണ് തന്നിട്ടുള്ളത്. ഇത് 3മാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കയറി പോയിട്ടുള്ള ഇൻഡെക്സുകൾ. നിഫ്റ്റി, ബാങ്കും പിൻ നിഫ്റ്റിയും കുറവാണ് എന്നുള്ളതുകൊണ്ട് ഇത് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ ലോ ബ്രേക്ക് ആണെങ്കിൽ മിഡ് ക്യാപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, 13,085 എന്നുള്ള ലോ ബ്രേക്ക് ആണെങ്കിൽ 13,790 ബ്രേക്ക് ആണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് 12,988 എന്നുള്ള ലെവല് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ മിഡ് ക്യാപ്പിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. സെൻസെക്സിലാണെങ്കിൽ കുറച്ചും കൂടെ പിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഡൗൺ സൈഡ് ട്രേഡ് എന്ന് പറയുന്നത് 81,200 താഴെ അല്ലെങ്കിൽ 230 താഴെ വരികയാണെങ്കിൽ മാത്രം പ്ലാൻ ചെയ്താൽ മതി. അതിനിടക്ക് സെൻസെക്സിൽ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിഫ്റ്റി, ബാങ്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൺസോൾട്ടേഷൻ തന്നു നിൽക്കുകയാണ്. ചെറിയ ഒരു ബിയറിഷ് സൈഡ് വെച്ച് ആയിട്ടാണ് തന്നുള്ളത്. വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രീമിയത്തിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജമ്പിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ 51,400 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി, ബാങ്കിലും അതേപോലെ 50,869 അല്ലെങ്കിൽ 50,743 എന്നുള്ള ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി, ബാങ്കിൽ പുട്ട് സൈഡിലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യാൻ പറ്റും. കാര്യമായിട്ട് നാളേക്ക് എന്ത് ചെയ്യുന്നില്ല, 51,400 50,900 ഇടക്കാണെങ്കിൽ ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആവും അല്ലെങ്കിൽ ഒരു വോളറ്റൈലിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല ഈ ഏരിയയിലൊന്നും. ഇതാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് വ്യൂ എന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.